എല്ലാവർക്കും നമസ്കാരം. ഒരു കാര്യം പറയട്ടെ, ഈ കർക്കിടക മാസത്തിൽ കാലക്കേട് വന്നാൽ അത് സാധാരണ ഒരു കാലക്കേടല്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ കഷ്ടകാലം തന്നെയായിരിക്കും അത്. ഇത് പലർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഇത് ആദ്യമേ ഒന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഇന്ന് പറയാൻ പോകുന്നത് ഈ കർക്കിടക മാസം യമധർമ്മൻ്റെ ദൃഷ്ടി വീണുകൊണ്ടിരിക്കുന്ന ആ 3 നക്ഷത്രക്കാരെ കുറിച്ചാണ്. അതിലേക്ക് വരാം. എന്നാൽ അതിനു മുൻപ് ഒരു കാര്യം അറിഞ്ഞിരിക്കണം. മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ യമധർമ്മൻ എത്ര ശ്രമിച്ചാലും തൻ്റെ കൈവശമുള്ള ആ കാലക്കേട് നിങ്ങളുടെ മേൽ വർഷിക്കാൻ അയാൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസത്തിൽ പരമശിവൻ്റെ ദൃഷ്ടി കിട്ടുക എന്നത് വലിയൊരു ഭാഗ്യമായി വേണം കാണാൻ. ചുരുക്കി പറഞ്ഞാൽ കാലക്കേട് നീക്കാൻ പര്യാപ്തമായ പരമശിവൻ്റെ മൃത്യുഞ്ജയ അനുഗ്രഹം ലഭിക്കുന്നതോടെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന കാലക്കേടുകൾ, അപകടങ്ങളും രോഗങ്ങളും മോഹഭംഗങ്ങളും പകരം ഏറ്റവും വലിയ ഐശ്വര്യം നിങ്ങളിലേക്ക് കടന്നു വരും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പറയാൻ പോകുന്ന ഈ 3 നക്ഷത്രക്കാർക്ക് മാത്രമല്ല ഇത് ബാധകം. നിങ്ങൾ ഏത് നക്ഷത്രത്തിൽ പെട്ട ആളാണെങ്കിലും ചെറുതോ വലുതോ ആയ കാലക്കേട് മാറാൻ ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വളരെ പ്രധാനമാണ്. ഈ ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ കർക്കിടക മാസം മൃത്യുഞ്ജയ ഹോമം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഹോമത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് നമ്മുടെ പുരാണങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. തൻ്റെ ഭക്തനായ മാർക്കണ്ഡേയൻ്റെ ജീവനെടുക്കാൻ 3-ാം കണ്ണ് തുറന്ന് ഭസ്മമാക്കി കളഞ്ഞു. ഇത്രയും വലിയ അനുഭവം നമ്മുടെ മുന്നിലുള്ളപ്പോൾ കാലൻ്റെ ദൃഷ്ടി പതിയുന്ന ഈ കാലയളവിൽ മഹാദേവനെ അഭയം പ്രാപിക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഏത് വഴി തിരഞ്ഞെടുത്താലും നിങ്ങളുടെ മേലുള്ള ദോഷങ്ങൾ ഭഗവാൻ തൻ്റെ തൃക്കണിലെ അഗ്നിയിൽ എരിച്ചുകളയും എന്ന കാര്യത്തിൽ സംശയമില്ല. കണ്ണേറ്, കൂടോത്രം, നാവദോഷം, ഒടിദോഷം, ഏത് വിധത്തിലുള്ള ദോഷമായാലും ശരി, അതെല്ലാം ഭസ്മമായി പോകും. ഈ കർക്കടക മാസത്തിലെ ഗ്രഹനില പ്രകാരം കാലൻ്റെ ദൃഷ്ടി കൊള്ളാതെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആ 3 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവർക്ക് വരാൻ സാധ്യതയുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്നും വിശദമായി നോക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ ഓം നമഃശിവായ എന്ന് എഴുതിക്കൊണ്ടിരിക്കാം. കൃത്യമായ എണ്ണമൊന്നും വേണ്ട. കൂടുതൽ എഴുതുന്തോറും മനസ്സിന് അത്രയും ധൈര്യം കിട്ടും. ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ തന്നെ നിങ്ങൾ പോലും അറിയാതെ ഒരു ആശ്വാസവും സമാധാനവും നിങ്ങൾക്ക് അനുഭവപ്പെടും. ജ്യോതിഷശാസ്ത്ര പ്രകാരം ഈ കർക്കിടക മാസത്തിൽ കാലക്കേട് കാണുന്ന ആദ്യത്തെ നക്ഷത്രം മകം നക്ഷത്രം. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടക മാസം ഒരു പരീക്ഷണ കാലഘട്ടം തന്നെയാണ്. പ്രത്യേകിച്ചും ആരോഗ്യകാര്യങ്ങളിൽ യമധർമ്മൻ്റെ ദൃഷ്ടി പതിയാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇതുവരെ ഇല്ലാത്ത ചില ശാരീരിക അസ്വസ്ഥതകൾ അലട്ടിയേക്കാം. ചെറിയ പനിയോ തലവേദനയോ ആണെങ്കിൽ പോലും അതിനെ നിസ്സാരമായി കാണാതെ ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ചും രാത്രികാലങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്യണം. സാമ്പത്തികമായി നോക്കുമ്പോൾ പെട്ടെന്നുള്ള ചില വലിയ ചിലവുകൾ വന്നുപെട്ടേക്കാം. മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുകയോ വലിയ തുക കടം കൊടുക്കുകയോ ചെയ്യുന്നത് ഈ കാലയളവിൽ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. തൊഴിലിടങ്ങളിൽ അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ദോഷങ്ങളെ ഇല്ലാതാക്കാൻ കൽപ്പുള്ളവനാണ് സാക്ഷാൽ കൈലാസനാഥൻ. ഈ കർക്കിടക മാസം യുവ നടക്കുന്ന മൃത്യുഞ്ജയ ഹോമത്തിൽ പങ്കെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കൂടാതെ ഈ മാസത്തിലെ എല്ലാ തിങ്കളാഴ്ചയും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം തുടർച്ചയായി ജപിക്കുന്നതും ഉത്തമമായിരിക്കും. ഇനി കാലൻ്റെ ദൃഷ്ടി പതിയുന്ന 2-ാമത്തെ നക്ഷത്രം അത്തം നക്ഷത്രം. അത്തം നക്ഷത്രക്കാർക്ക് ഈ മാസം മാനസികമായ സമ്മർദ്ദം കൂടുതലായിരിക്കും. എന്ത് ചെയ്താലും ശരിയാകുന്നില്ലല്ലോ എന്ന തോന്നൽ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. തൊഴിൽ രംഗത്ത് പല തടസ്സങ്ങളും നേരിടേണ്ടി വരാം. നിങ്ങളുടെ ചെറിയൊരു പിഴവ് പോലും ശത്രുക്കൾ ശ്രദ്ധയോടെ നോക്കിയിരിക്കും. കിട്ടുന്ന അവസരം അവർ മുതലാക്കാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് ആരോടും എന്ത് സംസാരിക്കുന്നു എന്നതിൽ നല്ല നിയന്ത്രണം വേണം. കുടുംബത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരും. അഗ്നിയും ജലവുമായി ഇടപഴകുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം. അപ്രതീക്ഷിത അപകടങ്ങൾക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ കാലക്കേടിൽ നിന്ന് രക്ഷ നേടാൻ അത്തം നക്ഷത്രക്കാർ മഹാദേവൻ്റെ കാരുണ്യം തേടേണ്ടത് അത്യാവശ്യമാണ്. തിങ്കളാഴ്ചകളിൽ വീടിനടുത്തുള്ള മഹാദേവ ക്ഷേത്രം സന്ദർശിച്ച് കൂവളമാല കൊണ്ട് അർച്ചന നടത്താം. അല്ലെങ്കിൽ മൃത്യുഞ്ജയ മന്ത്രം വീട്ടിലിരുന്ന് ജപിക്കുന്നതും നല്ലതായിരിക്കും. ഈ നക്ഷത്രഫലങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ താഴെ കമൻറ്റ് ബോക്സിൽ ഓം നമഃശിവായ എന്ന് എഴുതിക്കൊണ്ടിരിക്കുക. എണ്ണത്തിന് കൃത്യമായ കണക്കൊന്നും വേണ്ട. ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ ഒരു ആത്മവിശ്വാസവും സന്തോഷവും നിങ്ങളറിയാതെ തന്നെ നിങ്ങളിലേക്ക് വന്നെത്തും. ഇനി കർക്കിടക മാസത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ നക്ഷത്രം ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ മാസം അവിചാരിതമായ പല തടസ്സങ്ങളും ഓരോ കാര്യത്തിലും വന്നു ചേർന്നേക്കാം. മുൻകോപം നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുവഴി നല്ല ബന്ധങ്ങൾ തകരാൻ സാധ്യതയുണ്ട്. ജോലിസ്ഥലത്ത് മേലധികാരികളുടെ അപ്രീതി സമ്പാദിക്കാൻ സാധ്യത കൂടുതലാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. പ്രത്യേകിച്ചും ഓൺലൈൻ ഇടപാടുകളിലും പുതിയ നിക്ഷേപങ്ങളിലും ചതിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ആരോഗ്യപരമായി വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങളോ അസ്ഥി സംബന്ധമായ വേദനകളോ വന്നുപെടാനും യോഗം കാണുന്നുണ്ട്. ചിത്തിര നക്ഷത്രക്കാർക്ക് യമധർമ്മൻ്റെ ദൃഷ്ടിയിൽ നിന്ന് പൂർണ്ണമോചനം നേടാൻ ഭഗവാൻ ശിവശങ്കരനെ മുറുകെ പിടിക്കുക എന്നത് മാത്രമാണ് നിർദ്ദേശിക്കാനുള്ളത്. കർക്കിടക മാസത്തിലെ തിങ്കളാഴ്ചകളിൽ വീടിനടുത്തുള്ള ശിവക്ഷേത്രം സന്ദർശിച്ച് ജലധാര കഴിപ്പിക്കുകയോ കൂവളമാല സമർപ്പിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ മേൽ ബാധിച്ചിരിക്കുന്ന കഷ്ടകാലം മാറാൻ സഹായിക്കും. അവസാനമായി ഒരു കാര്യം കൂടി. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഈ 3 നക്ഷത്രക്കാർക്ക് മാത്രമല്ല, എല്ലാ നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഭക്തിയും സമാധാനവും കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഈ കർക്കിടക മാസം എത്ര വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും എന്നൊരു തോന്നലുണ്ടെങ്കിൽ പോലും അതിനെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്താം. മഴ വരുമെന്നറിഞ്ഞാൽ നമ്മൾ കുട കയ്യിൽ കരുതുന്നത് പോലെ ജ്യോതിഷം തരുന്ന ഈ മുന്നറിയിപ്പുകളെ ഈശ്വര പ്രാർത്ഥന എന്ന കുട കൊണ്ട് നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇത് ഈ 3 നക്ഷത്രക്കാർക്ക് മാത്രമല്ല. ദോഷം അനുഭവിക്കുന്ന എല്ലാ നക്ഷത്രക്കാരും ഈ വരുന്ന കർക്കിടക മാസം 25-ാം തീയതി നടക്കുന്ന മൃത്യുഞ്ജയ ഹോമത്തിൽ പങ്കെടുക്കുക. വിദേശ രാജ്യങ്ങളിൽ ഇരുന്നാണ് ഇത് കേൾക്കുന്നതെങ്കിൽ പേരും ജന്മനക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ മതി. അത് ഹോമത്തിൻ്റെ ലിസ്റ്റിലേക്ക് എഴുതിയെടുത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.